ഓക്കെ, സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടെക്നോ എന്ന ബ്രാൻഡിൻ്റെ ടെക്നോ സ്പാർക്ക് 7 Pro എന്ന ഫോണാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ടെക്നോ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത്. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഓഫ്ലൈൻ ബേസ്ഡ് ഫോൺസൊക്കെ അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനൊക്കെ തരണമെന്നും. സോ ഇന്ന് നമ്മളൊരു ഓഫ്ലൈൻ ബേസ്ഡ് ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതാണ് ടെക്നോയിൻ്റെ സ്പാർക്ക് 7 Pro. നമുക്ക് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് 10,999 ആണ്. സോ 10,999 പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് പ്രൈസ് കാറ്റഗറിയാണ്. സോ ബഡ്ജറ്റ് പ്രൈസ് കാറ്റഗറിയിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ടെക്നോയിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്, അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഫോണിൻ്റെ ഇമേജ് വീഡിയോ സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് ടെക്നോയിൻ്റെ ടെക്നോ സ്പാർക്ക് 7 Pro എന്ന ഫോണിൻ്റെ പാക്കേജിങ്. നമുക്ക് ഈ ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻസ്. ഓബ്വിയസ്ലി ഫോൺ ഉണ്ട്. അതിനോടൊപ്പം തന്നെ 10 വാട്ടിൻ്റെ ചാർജർ, മൈക്രോ USB ചാർജിങ് കേബിൾ, സിലിക്കോൺ TPU കേസ്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സിം ഇജക്ടർ പിൻ. ഇൻ ഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഫോണാണ്. 200 ഗ്രാമിൻ്റെ താഴെയാണ്. 193 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ഫോണാണ്. ദാറ്റ്സ് ഓക്കെ. 8.8 mm ആണ് തിക്നെസ്. ഫോണിൻ്റെ ഫ്രെയിമും ബാക്ക് കവറും പ്ലാസ്റ്റിക് ആണ്. ഒരു നീണ്ട റെക്ടാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. 3 ക്യാമറ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ക്വാഡ് ഫ്ലാഷും വരുന്നുണ്ട്. ബാക്ക് കവർ ഷൈൻ ചെയ്യുന്നുണ്ടെങ്കിലും മാറ്റ് ഫിനിഷ് ആണ്. സോ ഗ്ലോസി ഫിനിഷ് അല്ല, മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടോൺ ഡിസൈൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ വരയുണ്ട്. അതിൻ്റെ അപ്പുറത്തും വേറെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. കൂടെ വന്നിരിക്കുന്ന TPU കേസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ TPU കേസ് നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. ബാക്കിൽ ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഡ്രീം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫോണിൻ്റെ ക്യാമറ ബമ്പും കോർണേഴ്സൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗുഡ് TPU കേസ്. ഫോണിൻ്റെ ടോപ്പ് സൈഡ് പ്ലെയിൻ ആണ്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കറും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ. പിന്നെ ബോട്ടം സൈഡിൽ മൈക്ക് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക്, മൈക്രോ USB സ്ലോട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഫിംഗർ പ്രിന്റ് സ്കാനർ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ അത്യാവശ്യം വലിയൊരു HD+ IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഓഫ്ലൈൻ ഫോൺസിലും 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. 180 Hz ടച്ച് സാമ്പിളിംഗ് കിട്ടുന്നുണ്ട്. 450 nits പീക്ക് ബ്രൈറ്റ്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിനുള്ളിൽ ഇൻഡോറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബിൻ ബെറ്റർ. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഡിസ്പ്ലേയിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഗുഡ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾസ് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഡാർക്കനിങ് നടക്കുന്നുണ്ട്. അത് LCD പാനലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് AMOLED പാനലിൻ്റെ ഒരു വ്യൂയിങ് ആംഗിൾ LCD പാനലിൽ കിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ദാറ്റ്സ് എ ബോണസ്. നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. സ്പെഷ്യലി ആപ്പ് ഡ്രോർ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെറ്റിംഗ്സിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സ്പാർക്ക് 7 Pro 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 4GB 64GB ആൻഡ് 6GB 64GB. LPDDR4X RAM കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. സ്റ്റോറേജ് ടൈപ്പ് eMMC 5.1 ആണ്. കാരണം നമ്മുടെ ഹീലിയോ G80 മാക്സിമം eMMC 5.1 മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ 2+1 സിം സ്ലോട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. MediaTekൻ്റെ ഹീലിയോ G80 ചിപ്സെറ്റ് ആണ് വരുന്നത്. 12 nm ഒക്ടോകോർ ചിപ്സെറ്റ് ആണ് വിത്ത് 2.0 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ്. ബേസിക്കലി ഹീലിയോ G80 ഒരു ബഡ്ജറ്റ് ലെവൽ ചിപ്സെറ്റ് ആണ്. ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്. ബഡ്ജറ്റബിൾ ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്. ഞാൻ ഇതിൻ്റെ അകത്ത് സബ്വേ സർഫറും പിന്നെ നമ്മുടെ BGMI കളിച്ച് നോക്കിയിരുന്നു. BGMI നമുക്ക് സ്മൂത്ത് അൾട്രയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാലൻസ്ഡ് അൾട്ര ആൻഡ് HD ഹൈ. സോ മാക്സിമം HD വരെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് ഫ്രെയിം ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരുപാട് ലാഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് ഗെയിമിൽ തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഗെയിമിംഗ് ആണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ മതി. G80 ഉള്ളതുകൊണ്ട് നോർമൽ യൂസിൽ അങ്ങനെ വലിയ രീതിയിൽ സ്റ്റട്ടേഴ്സും ലാഗൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. വലിയൊരു ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ സ്റ്റട്ടേഴ്സ് അവിടെ ഇവിടെ വരുന്നുണ്ട്. അത് മാറ്റി വെക്കുകയാണെങ്കിൽ നോർമൽ യൂസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സോ ഇതിൻ്റെ സോഫ്റ്റ്വെയർ, അതായത് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 11 ആണ് വരുന്നത് വിത്ത് HiOS 7.5. സോ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഉണ്ട്. പിന്നെ HiOS 7.5 ബേസിക്കലി നമ്മുടെ ഇൻഫിനിക്സ് ഫോൺസിൽ വരുന്ന XOS ഉണ്ടല്ലോ, സിമിലർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം UI ആണ്. കാരണം ഇൻഫിനിക്സും
നമ്മുടെ ടെക്നോ സെയിം കമ്പനിയുടെ താഴെ വരുന്ന 2 ബ്രാൻഡ്സ് ആണ് ഇൻഫിനിക്സ് ആൻഡ് ടെക്നോസ്. അങ്ങനെ UI എക്സ്പീരിയൻസിൽ ഇഷ്യൂ ഒന്നുമില്ലായിരുന്നു, നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. 90 Hz ഒക്കെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ചിലയിടത്ത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ മേളിൽ ആ ഒരു ഇൻസ്റ്റൻറ്റ് ആപ്സിൻ്റെ ഒരു ആപ്പ് റെക്കമെൻഡേഷൻ വരുന്നുണ്ട് ഒരുപാട്. അത് ഓക്കെ ആണ്, ഒരു ബഡ്ജറ്റ് ഫോണാണ്. സ്റ്റിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഫസ്റ്റ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ വരുന്നുണ്ട്. തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. സോ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ XOS ലോഞ്ചറിൽ വരുന്ന എക്സാക്ട്ലി സെയിം ഫീച്ചേഴ്സ് ഇവിടെയും വരുന്നുണ്ട്. അതായത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം ആ ഒരു ഷോർട്ട് കട്ട് പാനൽ തുറന്ന് വരുന്നുണ്ട്. ഡാർക്ക് മോഡിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി ടോഗിൾ ബട്ടണിൽ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രം ലൈറ്റ് ടു ഡാർക്ക് ആൻഡ് ഫ്രം ഡാർക്ക് ടു ലൈറ്റ്. പിന്നെ സോഷ്യൽ ടെർബോയിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗെയിം മോഡും ഉണ്ട്. പിന്നെ വീഡിയോ അസിസ്റ്റൻറ്റിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ യൂട്യൂബൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്ത് യൂട്യൂബ് കേൾക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ടും ഇൻകമിങ് കോൾസൊക്കെ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യാൻ പറ്റും. സോ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ആപ്പ് ട്വിൻസിൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്. ഇത് ബേസിക്കലി ഡ്യുവൽ മോഡാണ്. സോ നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഒരൊറ്റ ഫോണിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതും ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. ഈ ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതായത് 48 മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി ക്യാമറ. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ഉണ്ട്. തേർഡ് ക്യാമറ AI ലെൻസ് ആണ്. സോ എഫക്റ്റീവ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ക്യാമറയാണ്. അതായത് 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ. നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. എസ്പെഷ്യലി സീനറീസും ബിൽഡിങ്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല കളേഴ്സ് വരുന്നുണ്ട്. സോ സ്കൈൻ്റെ ബ്ലൂ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. സോ നല്ല കളർ റീപ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റും നല്ലതാണ്. സോ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങനെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ബഡ്ജറ്റ് കാറ്റഗറി ഫോണാണ്. സോ ആ ഒരു പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് ക്യാമറയാണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ ഈ ഫോണിൻ്റെ റിയർ ക്യാമറ സാമ്പിൾസ്, അതായത് വീഡിയോ ആൻഡ് ഇമേജസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ബാക്കിൽ ക്വാഡ് LED സെറ്റപ്പ് ഉണ്ട്. സോ നല്ല രീതിയിൽ ലൈറ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഫ്ലാഷ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നുണ്ട്. 2K റെസൊല്യൂഷൻ അറ്റ് 30 FPS വീഡിയോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഫോക്കസിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല, നല്ല രീതിയിൽ ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. നല്ല സ്കിൻ ടോൺ എല്ലാം കിട്ടുന്നുണ്ട്. സോ നല്ല സ്കിൻ ടോൺ, നല്ല ബൊക്കെ, അത്യാവശ്യം ബൊക്കെയൊക്കെ വരുന്നുണ്ട്. ഈ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്. ഇങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല ഫോട്ടോസാണ് കിട്ടിയത്, നല്ല കളേഴ്സ് ഉണ്ട്, എല്ലാം നല്ലതാണ്. സോ ഇതാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ വീഡിയോ പെർഫോമൻസ്. അത്യാവശ്യം നല്ല വീഡിയോ തന്നെ വരുന്നുണ്ട്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വരുമ്പോൾ സ്റ്റിൽ ഫേസ് അത്യാവശ്യം ക്ലിയർ ആണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. സോ ഈ ഫോണിൻ്റെ പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഓക്കെ, നല്ല ഡീസൻറ്റ് സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിലും ഫ്ലാഷിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ രാത്രിയിൽ ഫ്ലാഷ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും. 5000 mAh അത്യാവശ്യം വലിയൊരു ബാറ്ററി വരുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ 10 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ടിൻ്റെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ചാർജിങ് സ്പീഡ് കിട്ടിയാണ്. പക്ഷേ ബഡ്ജറ്റ് ഫോണാണ്, സോ ഇറ്റ്സ് ഓക്കെ. ഹെഡ്ഫോൺ ജാക്കിൻ്റെ പെർഫോമൻസ് നല്ലതാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കറിൻ്റെ മാക്സ് വോളിയം ഓക്കെ ആണ്. കുറച്ചും കൂടി വോളിയം ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. റിയർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. സോ ബാക്ക് സൈഡിലാണ്. നല്ല സെക്യൂർ ആണ്, നല്ല ഫാസ്റ്റ് ആണ്, നല്ല രീതിയിൽ അൺലോക്ക് ആവുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സിമിലർലി ഫേസ് അൺലോക്കും ഫാസ്റ്റ് ആണ്. കാരിയർ അഗ്രിഗേഷൻ്റെ ഫീച്ചർ വരുന്നില്ല. ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിംഗ് ഉണ്ട്. ഡ്യുവൽ വൈഫൈ ബാൻഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോൻ്റെ സപ്പോർട്ട് ഉണ്ട്. ക്യാമറ ടു API ഓപ്പൺ ആണ്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,999 ആണ്. ടെക്നോയിൻ്റെ ഏസ് A3 മോണോ TWS ഇയർഫോൺസ് ഇതിൻ്റെ കൂടെ ബണ്ടലായിട്ട് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 100 ഡേയ്സിൻ്റെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഓഫറും വരുന്നുണ്ട്. വിതിൻ 100 ഡേയ്സ് നിങ്ങളുടെ സ്ക്രീനിൽ എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് കിട്ടും. 599 രൂപയുടെ സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. ഡിസ്പ്ലേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ ടെക്നോയിൻ്റെ സ്പാർക്ക് 7 പ്രോയെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്?
നല്ല ഫോണാണ്, നല്ല ഡീസൻറ്റ് ഫോൺ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. നമ്മൾ നോർമൽ യൂസൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ UI ആ ഒരു ആപ്പ് സജഷൻസും ബ്ലോട്ട്വെയർസ് ഒക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല യൂസർ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ നോർമൽ ഡേ ടു ഡേ യൂസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 90 Hz ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ചില ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഫോണിൽ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് വരുന്നത്. ഇപ്പോൾ മിക്ക എല്ലാ ഫോൺസിലും Type-C ഉണ്ട്. സോ ഇതിലും Type-C കൊടുക്കേണ്ടതായിരുന്നു. ഭാവിയിൽ ചിലപ്പം കൊടുക്കും ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഫോണിൽ. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് അത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്. സ്റ്റിൽ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ഇതായിരുന്നു സ്പാർക്ക് 7 പ്രോൻ്റെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. ബാക്കി നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.